വെൽക്കം ടു മെൻറ്റേഴ്സ് ആപ്പ്. ഇന്ന് നമ്മൾ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന ടോപ്പിക്കാണ് നോക്കാൻ പോകുന്നത്. ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന ടോപ്പിക്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്നുള്ള ജനറൽ നോളജ് സെക്ഷനിൽ വരുന്ന ടോപ്പിക്കാണ്. ഇതിൽ തന്നെ ഫസ്റ്റ് ഇൻ ഇന്ത്യ ഗവേണിംഗ് ആണ് ഫസ്റ്റത്തെ സബ് ടോപ്പിക്. അപ്പൊ ഫസ്റ്റത്തെ ക്വസ്റ്റ്യനിലോട്ട് കടക്കുമ്പോൾ ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ബീഹാറിലെ ഒരു ലോയർ ആയിരുന്നു. ഏറ്റവും കാലം പ്രസിഡന്റ് ആയി ഭരണം നോക്കിയ ഒരു വ്യക്തി കൂടിയാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. 26 ജാനുവരി 1950 to 13 മെയ് 1962 ആയിരുന്നു അദ്ദേഹത്തിന്റെ ഭരണ കാലയളവ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കടക്കുമ്പോൾ ഫസ്റ്റ് വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ സർവേപ്പള്ളി രാധാകൃഷ്ണൻ എന്നാണ്. വുമനേഷ് ചന്ദ്ര ബാനർജിയാണ് ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നറിയപ്പെടുന്നത്. ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. ജവഹർലാൽ നെഹ്റു അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു അംഗമായിരുന്നു. അതുകൂടാതെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ കാലയളവ് ഭരണം നോക്കിയിട്ടുള്ള പ്രൈം മിനിസ്റ്റർ കൂടിയാണ് ജവഹർലാൽ നെഹ്റു. 15 ഓഗസ്റ്റ് 1947 മുതൽ 27 മെയ് 1964 വരെയാണ് അദ്ദേഹത്തിന്റെ ഭരണകാലയളവ്. അടുത്ത ക്വസ്റ്റ്യൻ ഫസ്റ്റ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ ആരാണെന്നാണ്. സുകുമാർ സെൻ ആണ് ഫസ്റ്റ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്. ലോർഡ് കണ്ണിംഗ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് ചാൾസ് ജോൺ കണ്ണിംഗ് എന്നാണ്. അദ്ദേഹമാണ് ഫസ്റ്റ് വൈസ്രോയ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്. അദ്ദേഹം ബ്രിട്ടീഷ് സ്റ്റേറ്റ്സ്മാനും അതോടൊപ്പം തന്നെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യയും ആയിരുന്നു. ഇന്ത്യൻ റിബല്യൻ 1857 എന്ന കാലഘട്ടത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ഭരണം. ലോർഡ് വില്യം ബെന്തിങ് ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ അദ്ദേഹമായിരുന്നു. ഫസ്റ്റ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് H.J. കെനിയയാണ്. H.J. കെനിയ 1950 മുതൽ 1951 വരെയായിരുന്നു അദ്ദേഹം ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആയി നോക്കിയിരുന്നത്. ഫസ്റ്റ് സ്പീക്കർ ഓഫ് ലോക്സഭ G.V. മാൽവൻകർ ആണ്. ഫസ്റ്റ് ഹോം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ സർദാർ വല്ലഭായ് പട്ടേൽ ആണ്. പിനാക്കി ചന്ദ്രഘോഷ് ആണ് ഫസ്റ്റ് ചെയർപേഴ്സൺ ഓഫ് ലോക്പാൽ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്. ഇനി അടുത്തതായിട്ടുള്ള സബ് ടോപ്പിക്കിലേക്ക് കടക്കുമ്പോൾ ഫസ്റ്റ് ഇൻ ഇന്ത്യ സ്പോർട്സ് എന്നുള്ളതാണ് അടുത്ത ടോപ്പിക്. അതിൽ തന്നെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഫസ്റ്റ് ടീം മെഡൽ ഒളിമ്പിക്സിൽ ഫസ്റ്റ് ഇന്ത്യൻ ടീം മെഡൽ കരസ്ഥമാക്കിയിട്ടുള്ളത് ആരാണ് എന്നുള്ളതാണ്. 1928 സമ്മർ ഒളിമ്പിക്സിൽ ഗോൾഡ് ഇൻ ഫീൽഡ് ഹോക്കിയിലാണ് ഇത് കരസ്ഥമാക്കിയിട്ടുള്ളത്. നവ്ജോത് കൗർ ആണ് ഫസ്റ്റ് ഇന്ത്യൻ വുമൺ റെസ്ലർ ടു വിൻ ആൻ ഏഷ്യൻ ഗോൾഡ് മെഡൽ എന്ന് പറയപ്പെടുന്നത്. അതിൽ നവ്ജോത് കൗറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വുമൻസ് ഫ്രീ സ്റ്റൈൽ ഇനത്തിൽ 67 കിലോഗ്രാം കാറ്റഗറിയിൽ 2014 കോമൺവെൽത്ത് ഗെയിംസിൽ ബ്രോൺസ് മെഡലും നവ്ജോത് കൗർ കരസ്ഥമാക്കിയിട്ടുണ്ട്. ഫസ്റ്റ് ഇന്ത്യൻ വുമൻ ബാഡ്മിന്റൺ പ്ലെയർ ടു വിൻ ഏഷ്യൻ ഗെയിംസ് മെഡൽ എന്ന് പറയപ്പെടുന്നത് സൈന നെഹ്വാൾ ആണ്. സൈന നെഹ്വാൾ ആകെ മൊത്തം 24 ഇന്റർനാഷണൽ മെഡൽ കരസ്ഥമാക്കിയിട്ടുണ്ട്. അതുകൂടാതെ 2015 ബാഡ്മിന്റൺ വേൾഡ് നമ്പർ 1 ബാഡ്മിന്റൺ പ്ലെയർ എന്ന റാങ്കിങ്ങിലും ഇടം നേടിയിട്ടുണ്ട്. ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ടു വിൻ എ മെഡൽ അറ്റ് ഏഷ്യൻ ഗെയിംസ് എന്ന് പറയുന്നത് ശാന്തി സൗന്ദരരാജനാണ്. ഫസ്റ്റ് വുമൺ ടു വിൻ ആൻ ഒളിമ്പിക് സിൽവർ മെഡൽ എന്ന് പറയുന്നത് PV സിന്ധു ആണ്. ബാഡ്മിന്റൺ ഇനത്തിലാണ് PV സിന്ധു സിൽവർ മെഡൽ കരസ്ഥമാക്കിയിട്ടുള്ളത്. ഫസ്റ്റ് ഫീമെയിൽ ടു റെപ്രസെന്റ് ഇന്ത്യ അറ്റ് ദ സമ്മർ ഒളിമ്പിക്സ് എന്ന് പറയുന്നത് 1924 സമ്മർ ഒളിമ്പിക്സിൽ നോറ പൊള്ളയാണ് ഈ നേട്ടം കരസ്ഥമാക്കിയിട്ടുള്ളത്. ഫസ്റ്റ് ഇൻഡിവിജ്വൽ ഗോൾഡ് മെഡൽ ആരാണ് കരസ്ഥമാക്കിയിട്ടുള്ളത് എന്നതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ബെയ്ജിങ്ങിൽ നടന്ന സമ്മർ ഒളിമ്പിക്സ് 2008 അഭിനവ് ബിന്ദ്രയാണ് ഈ നേട്ടം കരസ്ഥമാക്കിയിട്ടുള്ളത്. ഫസ്റ്റ് വുമൺ ടു വിൻ എ മെഡൽ ഇൻ റെസ്ലിംഗ് എന്ന് പറയുന്നത് 2016 സമ്മർ ഒളിമ്പിക്സിൽ സാക്ഷി മാലിക് ബ്രോൺസ് നേടിക്കൊണ്ടാണ് ഫസ്റ്റ് വുമൺ ടു വിൻ എ മെഡൽ ഇൻ റെസ്ലിംഗ് എന്ന നേട്ടം കരസ്ഥമാക്കിയിട്ടുള്ളത്. അടുത്ത സബ് ടോപ്പിക്കിലേക്ക് പോകുമ്പോൾ ഫസ്റ്റ് ഇൻ ഇന്ത്യ സയൻസ് എന്നതാണ് അടുത്ത സബ് ടോപ്പിക്. ഫസ്റ്റ് ഹൈഡ്രോ ഇലക്ട്രിക് പ്ലാന്റ് ഡാർജിലിംഗിൽ സിൻഡ്രാപോങ് എന്ന സ്ഥലത്താണ് ഫസ്റ്റ് ഹൈഡ്രോ ഇലക്ട്രിക് പ്ലാന്റ് സ്ഥാപിതമായിട്ടുള്ളത്. ഫസ്റ്റ് മാൻ ഇൻ സ്പേസ് ഫ്രം ഇന്ത്യ എന്ന് പറയപ്പെടുന്നത് രാകേഷ് ശർമ്മയാണ്.
രാകേഷ് ശർമ്മ 13th Jan 1949 ജനിച്ചത്. ഇന്ത്യൻ എയർഫോഴ്സിൽ അദ്ദേഹം ഒരു പൈലറ്റ് ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കുമ്പോൾ ഫസ്റ്റ് ന്യൂക്ലിയർ റിയാക്ടർ ഏതാണ് എന്നതാണ്. അപ്സരയാണ് ഫസ്റ്റ് ന്യൂക്ലിയർ റിയാക്ടർ എന്ന് അറിയപ്പെടുന്നത്. ഫസ്റ്റ് സാറ്റലൈറ്റ്, അതായത് ഇന്ത്യയിലെ ഫസ്റ്റ് സാറ്റലൈറ്റ് ഏതാണ് എന്നതാണ്. ആര്യഭട്ടയാണ് ഫസ്റ്റ് ഇന്ത്യൻ സാറ്റലൈറ്റ് എന്നായി അറിയപ്പെടുന്നത്. ആര്യഭട്ട എന്നുള്ളത് ഇന്ത്യൻ ആസ്ട്രോണമർ ആര്യഭട്ടയുടെ പേരിലാണ് ഈ സാറ്റലൈറ്റ് പേരിട്ടിരിക്കുന്നത്. 19 April 1975 കപൂസ്തിൻ യാൽ നിന്നുമാണ് ഈ സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഫസ്റ്റ് സക്സസ്ഫുള്ളി ഇൻഡിജിനിയസ് ലോഞ്ച് വെഹിക്കിൾ എന്ന് പറയുന്നത് SLV-3 ആണ്. ഫസ്റ്റ് ജനറ്റിക്കലി മോഡിഫൈഡ് ഫുഡ് പ്രൊഡക്റ്റ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് BT എഗ് പ്ലാന്റ് ഹൈബ്രിഡ് ആണ്. BT എഗ് പ്ലാന്റ് ഹൈബ്രിഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മഹാരാഷ്ട്ര ഹൈബ്രിഡ് സീഡ്സ് കമ്പനിയാണ് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. DNA കൺസ്ട്രക്ട് ഉപയോഗിച്ച് ഒരു യങ് കോട്ടിലിഡിയൻസ് ബ്രിഞ്ചലിനെ ട്രാൻസ്ഫോം ചെയ്തിട്ടാണ് എഗ് പ്ലാന്റ് ഹൈബ്രിഡ് എന്നുള്ള ഈ ജനറ്റിക് മോഡിഫിക്കേഷൻ ഫുഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഫസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻ മെഡിസിൻ എന്നറിയപ്പെടുന്നത് സുർജോ കുമാർ ചക്രബർത്തിയാണ്. ഫസ്റ്റ് ഇന്ത്യൻ ടു ബി അപ്പോയിന്റഡ് ആസ് ദ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ പ്രോഗ്രാംസ് ഓഫ് ദ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എന്നറിയപ്പെടുന്നത് ഡോക്ടർ സൗമ്യ സ്വാമിനാഥൻ ആണ്. സെക്കൻഡറാബാദിലാണ് ഫസ്റ്റ് സാറ്റലൈറ്റ് എർത്ത് സ്റ്റേഷൻ ഫോർ ഡൊമസ്റ്റിക് കമ്മ്യൂണിക്കേഷൻസ് സ്ഥാപിച്ചിട്ടിരിക്കുന്നത്. ഫസ്റ്റ് ഇന്ത്യൻ ടു ഗെറ്റ് നൊബേൽ പ്രൈസ് ഇൻ ഫിസിക്സ് CV രാമൻ ആണ്. അദ്ദേഹം 1930 ആണ് ഈ നൊബേൽ പ്രൈസ് നേടുന്നത്. അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് ചന്ദ്രശേഖർ വെങ്കടരാമൻ എന്നാണ്. സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് എന്ന ഡിസ്കവറിക്കാണ് അദ്ദേഹത്തിന് നൊബേൽ പ്രൈസ് കരസ്ഥമാക്കുന്നത്. അടുത്ത ടോപ്പിക്കിലോട്ട് കടക്കുമ്പോൾ മിസ്ലേനിയസ് എന്ന സെക്ഷനിലോട്ട് കടക്കുമ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ഇന്ത്യൻ ടു റീച്ച് അന്റാർട്ടിക്ക. ലൂട്ടനന്റ് രാംചരൺ ആണ് ഫസ്റ്റ് ഇന്ത്യൻ ടു റീച്ച് അന്റാർട്ടിക്ക. ഫസ്റ്റ് ജഡ്ജ് ഇൻ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ഡോക്ടർ രാജേന്ദ്ര സിംഗ് ആണ് ഫസ്റ്റ് ജഡ്ജ് ഇൻ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് എന്ന് അറിയപ്പെടുന്നത്. ഫസ്റ്റ് മുസ്ലിം പ്രസിഡന്റ് ഓഫ് ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നറിയപ്പെടുന്നത് ബദ്രുദ്ദീൻ തയ്യബ്ജി ആണ്. കൊൽക്കത്തയിലാണ് ഫസ്റ്റ് പോസ്റ്റ് ഓഫീസ് ഇൻ ഇന്ത്യ ഓപ്പൺ ആയിട്ടുള്ളത്. ഈസ്റ്റ് ഇന്ത്യൻ കമ്പനിയാണ് ഫസ്റ്റ് പോസ്റ്റ് ഓഫീസ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. 1727 കൊൽക്കത്തയിൽ ഇത് ഓപ്പൺ ആയിട്ടുള്ളത്. ഫസ്റ്റ് ടെസ്റ്റ് ട്യൂബ് ബേബി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഇന്ദിര അഥവാ ബേബി ഹർഷവർദ്ധൻ റെഡ്ഡി ബൂറി എന്നതാണ് ഫസ്റ്റ് ടെസ്റ്റ് ട്യൂബ് ബേബി ഓഫ് ഇന്ത്യയുടെ മുഴുവൻ പേര്. 16th August 1986 ഫസ്റ്റ് ടെസ്റ്റ് ട്യൂബ് ബേബി ഓഫ് ഇന്ത്യ ജനിച്ചിട്ടുള്ളത്. ഫസ്റ്റ് വാക്സ് സ്റ്റാറ്റ്യൂ ഓഫ് എ ലിവിംഗ് ഇന്ത്യൻ മഹാത്മാഗാന്ധിയുടേതാണ്. 1939 ഇത് സ്ഥാപിതമായിട്ടുള്ളത്. ഇന്ത്യസ് ഫസ്റ്റ് ലോക്സഭ മെമ്പർ ടു ബി ഇലക്ടഡ് വിത്ത് എ റെക്കോർഡ് മാക്സിമം നമ്പർ ഓഫ് വോട്ട്സ് എന്നറിയപ്പെടുന്നത് PV നരസിംഹറാവു ആണ്. ഫസ്റ്റ് ലോകസഭയിൽ തന്നെ ഏറ്റവും അധികം വോട്ട് നേടി ഇലക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് PV നരസിംഹറാവു ആണ്. ഇന്ത്യസ് ഫസ്റ്റ് ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്നറിയപ്പെടുന്നത് ആന്ധ്രാപ്രദേശ് ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ് അഥവാ ഡോക്ടർ BR അംബേദ്കർ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഹൈദരാബാദ്. 26th August 1982 ഈ യൂണിവേഴ്സിറ്റി ഓപ്പൺ ആയിട്ടുള്ളത്. ഇന്ത്യസ് ഫസ്റ്റ് യൂണിവേഴ്സിറ്റി എന്നറിയപ്പെടുന്നത് നളന്ദ യൂണിവേഴ്സിറ്റിയാണ്. രാകേഷ് ശർമ്മയാണ് ഇന്ത്യയിലെ ഫസ്റ്റ് മാൻ ഇൻ സ്പേസ്. ദ ഫസ്റ്റ് സ്പീക്കർ ഓഫ് ദ ലോക്സഭ എന്നറിയപ്പെടുന്നത് ഗണേഷ് വാസുദേവ മാൽവിൻകർ ആണ്. റസിയ സുൽത്താൻ ആണ് ദ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് മുസ്ലിം വുമൻ റൂളർ ഓഫ് ഇന്ത്യ. ദ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ഇന്ത്യൻ ടു ബി ഗവർണർ ജനറൽ ഓഫ് ഫ്രീ ഇന്ത്യ എന്നറിയപ്പെടുന്നത് C. രാജഗോപാലാചാരി ആണ്. ലോർഡ് ബാരിങ്ഹാംസ്റ്റൺ ആണ് ദ ഫസ്റ്റ് ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ. 1774 to 1885 അദ്ദേഹത്തിന്റെ ഭരണകാലയളവ്. ലോർഡ് വില്യം ബെന്തിക് ആണ് ഫസ്റ്റ് ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്. 1833 to 1835 അദ്ദേഹത്തിന്റെ ഭരണകാലയളവ്. അടുത്തത് ദ ഫസ്റ്റ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ എന്നറിയപ്പെടുന്നത് സുകുമാർ സെൻ ആണ്. 25th March 1950 അദ്ദേഹം 1950 മുതൽ 19th December 19
1958 വരെയാണ് അദ്ദേഹം ചീഫ് ഇലക്ഷൻ കമ്മീഷണറായി സ്ഥാനം വഹിച്ചത്. അദ്ദേഹം ഒരു ഇന്ത്യൻ സിവിൽ സർവന്റ് കൂടിയായിരുന്നു. ദ ഫസ്റ്റ് ചീഫ് ജസ്റ്റിസ് ഓഫ് സുപ്രീം കോർട്ട് എന്നറിയപ്പെടുന്നത് ജസ്റ്റിസ് ഹിരല ജെ കെനിയ അല്ലെങ്കിൽ HJ കെനിയയാണ്. ജനറൽ മഹാരാജ രാജേന്ദ്ര സിംഗ്ജിയാണ് ഫസ്റ്റ് ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് എന്ന് അറിയപ്പെടുന്നത്. ദ ഫസ്റ്റ് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ അബ്ദുൽ കലാം ആസാദ് ആണ്. SHF മനീഷ് ഷോ ആണ് ദ ഫസ്റ്റ് ഫീൽഡ് മാർഷൽ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ഫ്രീ ഇന്ത്യ ആരാണ് എന്നതാണ്. ലോർഡ് മൗണ്ട് ബാറ്റൺ ആണ് ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ഫ്രീ ഇന്ത്യ എന്നറിയപ്പെടുന്നത്. സർദാർ വല്ലഭായ് പട്ടേൽ ആണ് ദ ഫസ്റ്റ് ഹോം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ ഓഫീസ് സെക്കൻഡ് ഇൻ സീനിയോറിറ്റി എന്നാണ് അറിയപ്പെടുന്നത്. പ്രൈം മിനിസ്റ്ററുടെ ഓഫീസ് കഴിഞ്ഞിട്ട് പിന്നെ സെക്കൻഡ് സീനിയോറിറ്റി എന്നറിയപ്പെടുന്നത് ഫസ്റ്റ് ഹോം മിനിസ്റ്ററുടെ ഓഫീസാണ്. ദ ഫസ്റ്റ് ഇന്ത്യൻ എയർ ചീഫ് മാർഷൽ ആരാണ് എന്നതിന് S. മുഖർജിയാണ് ദ ഫസ്റ്റ് ഇന്ത്യൻ എയർ ചീഫ് മാർഷൽ എന്നത്. ജനറൽ കാരിയപ്പെ ആണ് ദ ഫസ്റ്റ് ഇന്ത്യൻ കമാൻഡർ ഇൻ ചീഫ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്. ദ ഫസ്റ്റ് ഇന്ത്യൻ മെമ്പർ ഓഫ് ദ വൈസ്രോയ്സ് എക്സിക്യൂട്ടീവ് കൗൺസിൽ എന്നറിയപ്പെടുന്നത് SP സിൻഹയാണ്. ദ ഫസ്റ്റ് ഇന്ത്യൻ നേവൽ ചീഫ് വൈസ് അഡ്മിറൽ എന്നറിയപ്പെടുന്നത് RD കഥാരിയാണ്. GRD ടാറ്റ 1929 ദ ഫസ്റ്റ് ഇന്ത്യൻ പൈലറ്റായി സ്ഥാനം ഏൽക്കുന്നത്. ദ ഫസ്റ്റ് ഇന്ത്യൻ ടു ക്രോസ് ഇംഗ്ലീഷ് കനാൽ മിഹിർ സെൻ ആണ് ഫസ്റ്റ് ഇന്ത്യൻ ടു ക്രോസ് ഇംഗ്ലീഷ് കനാൽ. CV രാമനാണ് ഫസ്റ്റ് ഇന്ത്യൻ ടു ഗെറ്റ് നൊബേൽ പ്രൈസ് ഇൻ ഫിസിക്സ്. സത്യേന്ദ്രനാഥ് ടാഗോർ ആണ് ദ ഫസ്റ്റ് ഇന്ത്യൻ ടു ജോയിൻ ദ ഇന്ത്യൻ സിവിൽ സർവീസ് എന്ന് അറിയപ്പെടുന്നത്. ദ ഫസ്റ്റ് ഇന്ത്യൻ ടു റിസീവ് ഭാരത് രത്ന അവാർഡ് എന്നത് ഡോക്ടർ രാധാകൃഷ്ണനാണ്. രബീന്ദ്രനാഥ് ടാഗോറിനാണ് ദ ഫസ്റ്റ് ഇന്ത്യൻ ടു വിൻ എ നൊബേൽ പ്രൈസ് എന്നത്. ദ ഫസ്റ്റ് ജഡ്ജ് ഓഫ് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് എന്നറിയപ്പെടുന്ന ഡോക്ടർ നാഗേന്ദ്ര സിൻഹയാണ്. ദ ഫസ്റ്റ് ലേഡി ടു ബിക്കം മിസ് വേൾഡ് റിത ഫാരിയാണ്. ദ ഫസ്റ്റ് മാൻ ഹു ഇൻട്രൊഡ്യൂസ്ഡ് പ്രിന്റിംഗ് പ്രസ് ഇൻ ഇന്ത്യ ജെയിംസ് ഹിക്കിയാണ്. ഡോക്ടർ സക്കീർ ഹുസൈൻ ആണ് ദ ഫസ്റ്റ് മുസ്ലിം പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്. ദ ഫസ്റ്റ് മുസ്ലിം പ്രസിഡന്റ് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നുള്ളത് ബദ്രുദ്ദീൻ തയ്യബ്ജി ആണ്. ദ ഫസ്റ്റ് മുസ്ലിം പ്രസിഡന്റ് ഓഫ് ഇന്ത്യൻ റിപ്പബ്ലിക് എന്നറിയപ്പെടുന്നത് ഡോക്ടർ സക്കീർ ഹുസൈൻ ആണ്. ദ ഫസ്റ്റ് പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ ടു റിസീവ് നൊബേൽ പ്രൈസ് ഇൻ മെഡിസിൻ എന്നറിയപ്പെടുന്നത് ഹർഗോബിന്ദ് ഖുറാനയാണ്. 1968 ആണ് ഇദ്ദേഹത്തിന് മെഡിസിനിൽ നൊബേൽ പ്രൈസ് ലഭിക്കുന്നത്. ദ ഫസ്റ്റ് പേഴ്സൺ ടു ഗെറ്റ് പരംവീർ ചക്ര മേജർ സോംനാഥ് ശർമ്മയാണ്. ഷെർപ്പ അങ്കെ ദോർജെയാണ് ദ ഫസ്റ്റ് പേഴ്സൺ ടു റീച്ച് മൗണ്ട് എവറസ്റ്റ് വിത്തൗട്ട് ഓക്സിജൻ. ദ ഫസ്റ്റ് പേഴ്സൺ ടു റീച്ച് മൗണ്ട് എവറസ്റ്റ് വിത്തൗട്ട് ഓക്സിജൻ എന്നറിയപ്പെട്ടത് ഷെർപ്പ അങ്കെ ദോർജെയാണ്. ശ്രീ ശങ്കരക്കുറുപ്പാണ് ദ ഫസ്റ്റ് പേഴ്സൺ ടു റിസീവ് ജ്ഞാനപീഠ അവാർഡ്. ശങ്കരക്കുറുപ്പിനെ മഹാകവി ജി എന്നും അറിയപ്പെടുന്നുണ്ട്. ദ ഫസ്റ്റ് പേഴ്സൺ ടു റിസീവ് മാഗ്സേസെ അവാർഡ് എന്നറിയപ്പെടുന്നത് ആചാര്യ വിനോബ ഭാവെയാണ്. അമർത്യ സെന്നിനാണ് 1998 ഫസ്റ്റ് പേഴ്സൺ ടു റിസീവ് നൊബേൽ പ്രൈസ് ഇൻ എക്കണോമിക്സ് എന്നറിയപ്പെടുന്നത്. 1998 അമർത്യ സെന്നിന് എക്കണോമിക്സിൽ നൊബേൽ പ്രൈസ് ലഭിക്കുന്നത്. സൈഫുദ്ദീൻ കിച്ലു ആണ് ദ ഫസ്റ്റ് പേഴ്സൺ ടു റിസീവ് സ്റ്റാലിൻ പ്രൈസ്. ദ ഫസ്റ്റ് പേഴ്സൺ ടു റിസൈൻ ഫ്രം ദ സെൻട്രൽ ക്യാബിനറ്റ് എന്നറിയപ്പെടുന്നത് ശ്യാമപ്രസാദ് മുഖർജിയാണ്. ദ ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഹു ഡൈഡ് വൈൽ ഇൻ ഓഫീസ്. ഓഫീസിൽ സ്ഥാനം നോക്കിക്കൊണ്ടേയിരിക്കെ മരിച്ച ആദ്യത്തെ ഇന്ത്യൻ എന്നറിയപ്പെടുന്നത് ഡോക്ടർ സക്കീർ ഹുസൈൻ ആണ്. ദ ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നറിയപ്പെടുന്നത് WC ബാനർജിയാണ്. ദ ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യൻ റിപ്പബ്ലിക് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ദ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഫ്രീ ഇന്ത്യ ജവഹർലാൽ നെഹ്റു ആണ്. ജവഹർലാൽ നെഹ്റു ആണ് ഏറ്റവും കൂടുതൽ കാലയളവ് പ്രൈം മിനിസ്റ്റർ എന്ന സ്ഥാനം വഹിച്ചിട്ടുള്ള ആദ്യത്തെ പ്രൈം മിനിസ്റ്റർ. ദ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ
who did not face the parliament. ഒരു പാർലമെന്റ് സെഷൻ അറ്റൻഡ് ചെയ്യാതെ പോയിട്ടുള്ള ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ എന്നറിയപ്പെടുന്നത് ചരൺ സിംഗ് ആണ്. The first Prime Minister of India who resigned without completing the full term. Full term of duty complete ചെയ്യാതെ റിസൈൻ ചെയ്തിട്ടുള്ള പ്രൈം മിനിസ്റ്റർ മൊറാർജി ദേശായി ആണ്. The first vice president of India എന്നറിയപ്പെടുന്നത് ഡോക്ടർ രാധാകൃഷ്ണൻ ആണ്. പി ബന്ദോപാധ്യായ അല്ലെങ്കിൽ പത്മാവതി ബന്ദോപാധ്യായാണ് ഫസ്റ്റ് വുമൺ എയർ വൈസ് മാർഷൽ എന്ന് അറിയപ്പെടുന്നത്. ഷീ ഈസ് ദ സെക്കൻഡ് വുമൺ ഇൻ ഇന്ത്യൻ ആർമഡ് ഫോഴ്സ് ടു ബി പ്രൊമോട്ടഡ് ടു എ 3rd സ്റ്റാർ റാങ്ക്. ഒരു 3 സ്റ്റാർ റാങ്ക് ഉള്ള പദവിയിലേക്ക് ആരോഹണം ചെയ്യപ്പെട്ടിട്ടുള്ള രണ്ടാമത്തെ വ്യക്തി കൂടിയാണ് പത്മാവതി. ദ ഫസ്റ്റ് വുമൺ എയർലൈൻ പൈലറ്റ് ദുർബ ബാനർജിയാണ്. ദ ഫസ്റ്റ് വുമൺ അംബാസിഡർ മിസ് CB മുത്തമ്മയാണ്. ദ ഫസ്റ്റ് വുമൺ ഏഷ്യൻ ഗെയിംസ് ഗോൾഡ് മെഡൽ വിന്നർ എന്നറിയപ്പെടുന്നത് കമലാജിത്ത് സന്ധു ആണ്. ദ ഫസ്റ്റ് വുമൺ ഏഷ്യൻ ഗെയിംസ് ഗോൾഡ് മെഡൽ വിന്നർ എന്നറിയപ്പെടുന്നത് കമൽജിത്ത് സന്ധു ആണ്. ദ ഫസ്റ്റ് വുമൺ ചെയർമാൻ ഓഫ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ, UPSCയുടെ ഫസ്റ്റ് വുമൺ ചെയർമാൻ ആയിട്ടുള്ളത് റോസ് മില്ലൻ ബെത്തു ആണ്. ദ ഫസ്റ്റ് വുമൺ ചീഫ് ജസ്റ്റിസ് ഓഫ് ഹൈക്കോർട്ട്, ഹിമാചൽ പ്രദേശ് ഹൈക്കോർട്ടിൽ മിസ്സിസ് ലീല സേത്ത് ആണ് ഫസ്റ്റ് വുമൺ ചീഫ് ജസ്റ്റിസ് ഓഫ് ഹൈക്കോർട്ടായിട്ട് സ്ഥാനമേറ്റിരിക്കുന്നത്. ദ ഫസ്റ്റ് വുമൺ ചീഫ് മിനിസ്റ്റർ ഓഫ് എൻ ഇന്ത്യൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് മിസ്സിസ് സുചേത കൃപ്ലാനിയാണ്. കഞ്ചൻ ചൗധരി ഭട്ടാചാര്യാണ് ദ ഫസ്റ്റ് വുമൺ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് എന്നറിയപ്പെടുന്നത്. മിസ്സിസ് സരോജിനി നായിഡു ആണ് ദ ഫസ്റ്റ് വുമൺ ഗവർണർ ഓഫ് സ്റ്റേറ്റ് ഇൻ എ ഫ്രീ ഇന്ത്യ. ഉത്തർപ്രദേശിൽ 15th August 1947 മുതൽ 2nd March 1949 വരെയാണ് സരോജിനി നായിഡു ഗവർണർ ആയിട്ട് സ്ഥാനമേറ്റിട്ടുള്ളത്. ദ ഫസ്റ്റ് വുമൺ IPS ഓഫീസർ മിസ്സിസ് കിരൺ ബേദിയാണ്. 16 July 1972 കിരൺ ബേദി IPS ഓഫീസർ ആവാനുള്ള ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ദ ഫസ്റ്റ് വുമൺ ജഡ്ജ് എന്ന് പറയുന്നത് അന്ന ചാണ്ഡെയാണ്. 1937 ഡിസ്ട്രിക്ട് കോർട്ട് ജഡ്ജായിട്ടാണ് അന്ന ചാണ്ടി ഫസ്റ്റ് വുമൺ ജഡ്ജ് ആയിട്ടുള്ളത്. ദ ഫസ്റ്റ് വുമൺ ജഡ്ജ് ഇൻ സുപ്രീം കോർട്ട് എന്നുള്ളത് മിസ്സിസ് മീര സാഹിബ് ഫാത്തിമ ബീവിയാണ്. കുമാരി ജസ്റ്റിസ് M. ഫാത്തിമ ബീവിയാണ് ദ ഫസ്റ്റ് വുമൺ ജഡ്ജ് ഇൻ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്. കോർണേലിയ സൊറബ്ജിയാണ് ദ ഫസ്റ്റ് വുമൺ ലോയർ. ദ ഫസ്റ്റ് വുമൺ ലൂട്ടനന്റ് ജനറൽ എന്നറിയപ്പെടുന്നത് പുനീറ്റ അറോറയാണ്. ദ ഫസ്റ്റ് വുമൺ മിനിസ്റ്റർ ഇൻ എ ഗവൺമെന്റ് രാജ്കുമാരി അമൃത് കൗർ ആണ്. ദ ഫസ്റ്റ് വുമൺ ഒളിമ്പിക് മെഡൽ വിന്നർ കർണം മല്ലേശ്വരിയാണ്. സിഡ്നി ഒളിമ്പിക്സിൽ 2000 വെയ്റ്റ് ലിഫ്റ്റിംഗിലാണ് കർണം മല്ലേശ്വരിക്ക് ഫസ്റ്റ് ഒളിമ്പിക് ഗോൾഡ് മെഡൽ ലഭ്യമാവുന്നത്. 110 കിലോ ആണ് വെയ്റ്റ് ലിഫ്റ്റിംഗിൽ കർണം മല്ലേശ്വരി എടുത്തിട്ടുള്ളത്. ദ ഫസ്റ്റ് വുമൺ പൈലറ്റ് ഇൻ ഇന്ത്യൻ എയർഫോഴ്സ് ഹരിത കൗർ ദയാലാണ്. മിസ്സിസ് ആനി ബസന്ത് ആണ് ദ ഫസ്റ്റ് വുമൺ പ്രസിഡന്റ് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. മിസ്സിസ് വിജയലക്ഷ്മി പണ്ഡിത് ആണ് ദ ഫസ്റ്റ് വുമൺ പ്രസിഡന്റ് ഓഫ് യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലി ആയിട്ടുള്ളത്. ദ ഫസ്റ്റ് വുമൺ പ്രൈം മിനിസ്റ്റർ എന്നറിയപ്പെടുന്നത് ഇന്ദിരാഗാന്ധിയാണ്. 19 November 1917 മുതൽ 31 October 1984 വരെയാണ് ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലയളവ്. ഇന്ദിരാഗാന്ധിയാണ് ഇന്ത്യയിലെ ആകെ കൂടിയിട്ടുള്ള ഫീമെയിൽ പ്രൈം മിനിസ്റ്റർ എന്നറിയപ്പെടുന്നത്. ദ ഫസ്റ്റ് വുമൺ സ്പീക്കർ ഓഫ് സ്റ്റേറ്റ് അസംബ്ലി ഷാനോ ദേവിയാണ്. ബച്ചേന്ദ്രി പാലാണ് ദ ഫസ്റ്റ് വുമൺ ടു ക്ലൈംബ് മൗണ്ട് എവറസ്റ്റ്. ദ ഫസ്റ്റ് വുമൺ ടു ക്ലൈംബ് മൗണ്ട് എവറസ്റ്റ് ട്വൈസ് എന്നറിയപ്പെടുന്നത് സന്തോഷ് യാദവ് ആണ്. ആർതി ഷായാണ് ദ ഫസ്റ്റ് വുമൺ ടു ക്രോസ് ഇന്ത്യൻ ഇംഗ്ലീഷ് കനാൽ. ദ ഫസ്റ്റ് വുമൺ ടു റിസീവ് ദ നൊബേൽ പ്രൈസ് എന്നറിയപ്പെടുന്നത് മദർ തെരേസയാണ്. ദ ഫസ്റ്റ് വുമൺ ടു റിസീവ് അശോക ചക്ര നീർജ ബനോത്ത് ആണ്. നീർജ ബനോത്ത് ഒരു എയർ ഹോസ്റ്റസ് ആയിട്ടായിരുന്നു വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്. മിസ്സിസ് ഇന്ദിരാഗാന്ധിയാണ്
the first woman to receive Bharat Ratna. Asha Purna Deviയാണ് the first woman to receive Jnanapida Award.